ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ. കവിയായി കവിയൊന്നും ആയില്ല, കവി 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 നമ്മളില്ല. ജലക്ക് ജലക്ക് പോൻ കൊഞ്ചൽ സൊൽ എതുക്ക് എതുക്ക് വിഴിക്കഞ്ചൽ. ഈ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നമ്മുടെ മനസ്സിലുള്ള സിറ്റുവേഷൻസും ഇമോഷൻസും അത് ഏഴ് കയ്യിലല്ലോ. സോ ഐ തിങ്ക് വി ആർ സ്റ്റിൽ അബവ് ഇറ്റ്. ഹാരിസാരസഹാരസമാലി ആസമലരായി വിരിഞ്ഞോളൂ, ഇതൊക്കെ മനസ്സിലായി. പക്ഷെ പിന്നെ സുന്ദര പ്രപഞ്ചത്തരോ ഇതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞു വിഷ്ണു ഇതെന്തായാലും ലിറിക്കും വെന്നി പാട് വെന്നി പാട്. ഞാൻ ഭയങ്കര നെർവസ് ആയിട്ടോ, ഞാൻ എപ്പോഴും നെർവസ്. ഇത്രയും സ്റ്റേജ് ഷോസ് ചെയ്തിട്ട് ഞാൻ ഇന്നലെ ചേട്ടൻ്റെ പറഞ്ഞു എനിക്ക് പേടി, ഇത് പെർഫോം ചെയ്യണം, എന്താവും എനിക്ക് ഒന്നും അറിയില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഉനക്കെന്ന വേണം சொல்லு உலகத்தை காட்ட சொல்லு புது இடம் புது மேகம் தேடி போவோமே ஒரு வெள்ளி கொலுசு போல இந்த பூமி சினுங்கும் கீழே அணியாத வைரம் போல இந்த வானம் மினுங்கும் மேல. നമസ്കാരം. 24ന്റെ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അതുല്യനായ ഒരു കലാകാരനാണ്, ഒരുപാട് വിശേഷണങ്ങൾ ആവശ്യമുള്ള ഒരു ഗായകൻ. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇറ്റ്സ് നൺ അതർ ദാൻ മിസ്റ്റർ ബെന്നി ദയാൽ. ഹായ്. ഈ ക്യാമറ. ഹലോ, എന്തുണ്ട് വിശേഷം? ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു. കൊല്ലംകാരനാണ്. അപ്പം അബുദാബിയിലെ ലൈഫും കൊല്ലത്തെ ജീവിതവും ഈ പാട്ടയാത്രയ്ക്ക് എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്? ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേരളത്തിൽ അത്ര സമയമൊന്നും ഞാൻ ചിലവഴിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ വരുന്നത് ആകെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവിടെ വെക്കേഷന് വരും, പിന്നെ അങ്ങനെ വന്നും പോയി ഉള്ളതേ ഉള്ളൂ. പക്ഷേ കൂടുതലും താമസിച്ച് ചെന്നൈയിലായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ സ്കൂൾ കഴിഞ്ഞ് കോളേജ് പഠിച്ചു, അവിടെ 10 വർഷം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബോംബെയിലാണ് സെറ്റിൽഡ് 14 വർഷമായിട്ട്. പക്ഷേ നമ്മുടെ വർക്കൊക്കെ എന്താ പറയുക, ചെന്നൈയിൽ തുടങ്ങിയതുകൊണ്ടും അധികം പാട്ടുകളും പാടിയതും റെക്കോർഡൊക്കെ ചെയ്ത് അവിടെയായിരുന്നു. പിന്നെ ഇപ്പോൾ വന്ന് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ഇറങ്ങുന്ന എല്ലാ പാട്ടുകളെല്ലാം ഞാൻ ബോംബെയിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ അവിടെ സെറ്റിൽ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് മനസ്സിലായി തുടങ്ങി, ഓക്കെ അവിടെയാണ് സെറ്റിൽഡ്, സോ അവിടെ പോയി എടുക്കാം. അല്ലെങ്കിൽ ആൾക്കാർ ഇപ്പോൾ ടെക്നോളജി പുരോഗമിച്ചല്ലോ, അപ്പോൾ നമുക്ക് സൂം കോൾ ഉണ്ട്, ഗൂഗിൾ മീറ്റ്സ് ഉണ്ട്, പിന്നെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്. സോ അത് വെച്ച് റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ലോക്കലിലൊക്കെ ഞാൻ പാടിയതൊക്കെ അങ്ങനെയായിരുന്നു. സോ ഇറ്റ് വാസ് എ വീഡിയോ കോൾ, ബട്ട് ഒരു സെഷൻ പോലെ തന്നെ. എന്ന് വെച്ചാൽ മനുഷ്യർ അവിടെ തന്നെ ഇരിക്കുന്ന പോലെ. ഹെഡ്ഫോൺസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പോസറിൻ്റെ വോയിസും കേൾക്കാം, ഡയറക്ടറിൻ്റെ എന്താ പറയുക അഡ്വൈസസും കേൾക്കാം, എല്ലാ സജഷൻസും കേൾക്കാം. ബാക്ക് ആൻഡ് ഫോർത്ത് പോവുക, സമയമെടുത്ത സാവകാശം പാടിയെടുക്കുക. എൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ ഉണ്ട്, വീട്ടിൽ നിന്ന് തന്നെ പാടാം, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മളിപ്പോൾ AI ഭയങ്കരമായിട്ട് വളർന്നു. ഇപ്പം നമ്മൾ പല പാട്ടുകൾ, ഇപ്പോൾ കിഷോർ കുമാറിൻ്റെ ഒക്കെ ശബ്ദത്തിൽ പുതിയ പാട്ട് കിഷോർ കുമാർ പാടിയാൽ എങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഒരുപാട് യൂട്യൂബിലുണ്ട് അല്ലേ? അപ്പം ഈ AI-യുടെ ഒരു വരവ് ഏതെങ്കിലും തരത്തിലൊരു ഗുണമാണോ ദോഷമാണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ AI ഒരു കളിപ്പാട്ടോ. എന്ന് വെച്ചാൽ ചില പേർക്ക് ഇങ്ങനെ എക്സ്പെരിമെൻ്റ് പല ഐഡിയാസ് വേണമല്ലോ. ചില പേര് അത് ഉപയോഗിച്ചിട്ട് പിന്നെ അത് തന്നെ വീണ്ടും എന്താ പറയുക ലൈവായി മ്യൂസിഷ്യൻസിനെ കൊണ്ട് എടുപ്പിക്കുന്ന ചില പേരുണ്ട്. ചില പേര് അത് തന്നെ കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസൊക്കെ ഇപ്പോൾ ഒരു ചെറിയൊരു റൂള് വെച്ചിട്ടുണ്ട്, ഇന്ന സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാൻ പാടില്ല. അത് ചെയ്യുവാണെങ്കിൽ അത് എന്താ പറയുക അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ അഫിലിയേറ്റ് ചെയ്യുന്ന ഒരു ആൽബം ആണെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഇന്ന പർട്ടിക്കുലർ തിങ്സിന് ഉപയോഗിക്കാം. അല്ലാണ്ട് ഫുൾ സോങ് അത് ഒരു മനുഷ്യൻ തന്നെ എഴുതി തീർക്കണം, ഒരു മനുഷ്യൻ തന്നെ അത് കമ്പോസ് ചെയ്യണം, പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് ഐഡിയേഷൻ സംടൈംസ് നമുക്ക് ഒരു തോട്ട് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിനൊരു ടൂളായിട്ട് ഉപയോഗിക്കാം. അല്ലാണ്ട് അതൊരു പ്രൊഡക്ഷൻ ഇംപ്ലിമെൻറ്റേഷൻ ആയിട്ട് ഉപയോഗിക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബിക്കോസ് ഞാനെപ്പോഴും ഒരു തമാശയ്ക്ക് എപ്പോഴും ഞാൻ പറയും, AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ ഞാനും AI ആണ്. ഐ എം ഓൾറെഡി ഇൻ്റലിജൻറ്റ്, മനസ്സിലായില്ലേ? സോ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കാലത്ത് നടക്കുന്ന എന്താ പറയുക, ഇപ്പോൾ ഓൾറെഡി നടന്ന കാര്യങ്ങളിൽ വെച്ച് ഒരു റെഫറൻസ് വെച്ച് വേണമെങ്കിൽ AI ഒരു സംഭവം ഉണ്ടാക്കും. ഓക്കെ, കിഷോർ കുമാർ ഹി വാസ് എ സിംഗർ.
മുഹമ്മദ് റഫീസ് വാസ് എ സിംഗർ. ദാസങ്കിൾ എത്ര പാട്ടുകളുണ്ട് റിഫറൻസ് ആയിട്ട് കിടക്കുന്നത് എ ഐക്ക് ഇങ്ങനെ തൂക്കിയെടുത്ത് ഒരു പാട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ പറയുക, ദാസങ്കിൾ ഇനിയിപ്പോൾ ഉൾക്കൊള്ളാൻ പോകുന്ന ഫീലിങ്ങോ ആ ഒരു സിറ്റുവേഷനോ അങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്ക് എ ഐ കനോട്ട് റൈറ്റ് ദാറ്റ്, ബിക്കോസ് അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന നമ്മുടെ മനസ്സിലുള്ള സിറ്റുവേഷൻസും ഇമോഷൻസും അത് എ ഐയുടെ കയ്യിലല്ലല്ലോ. സോ ഐ തിങ്ക് വി ആർ സ്റ്റിൽ അബവ് ഇറ്റ്. ബട്ട് അതിനെ പേടിക്കുക, അതോ അതൊരു പ്രശ്നമായോ അതൊരു വിമർശനമായോ അങ്ങനെ നമ്മൾ ആക്ച്വലി ആലോചിക്കാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഫോർ ദ ഗുഡ്. എല്ലാവരും വരുന്നു, എല്ലാവരും കോ എക്സിസ്റ്റ് ചെയ്യുന്നു. ഇതൊരൊറ്റൊരു പ്ലാനറ്റ് അല്ലേ. ഈ ഒരു പ്ലാനറ്റിൻ്റെ അകത്ത് എല്ലാവരും ചെയ്യാനുള്ളത് ചെയ്യുക, പയറ്റാനുള്ളത് പയറ്റുക, അത്രേ ഉള്ളൂ. ആദ്യത്തെ റെക്കോർഡിങ്ങും ഇപ്പം പറഞ്ഞല്ലോ സൂം മീറ്റ് ഒക്കെ നടത്തി, ഒരുപാട് ടെക്നോളജി ഒരുപാട് വളർന്നു. ആ 2 റെക്കോർഡിങ്ങും കൂടി എപ്പോഴെങ്കിലും കമ്പയർ ചെയ്തിട്ട് നോക്കാറുണ്ടോ? പിന്നെ അപ്പൻ പേഴ്സണൽ അല്ലേ ഏറ്റവും ബെസ്റ്റ്. എപ്പോഴും നമ്മൾ കമ്പോസറിൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ കോ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ റൈറ്ററിൻ്റെ കൂടെ ഇരിക്കുക, ലിറിക് റൈറ്ററിൻ്റെ കൂടെ ഇരിക്കുക, ഇത് മിക്സ് എഞ്ചിനീയറിൻ്റെ കൂടെ ഇരിക്കുക, അതൊക്കെയാണല്ലോ ഒരു സന്തോഷം. എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. എന്ന് വെച്ചാൽ വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട്. ഫ്രണ്ടിനോട് വന്നു, നീ ഈ പ്ലെയറിനെ എടുക്കുക, ഞാൻ ഈ പ്ലെയർ, ഓക്കെ. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് യുനോ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇറ്റ്സ് റിയലി ഫൺ. ആ ഫൺ പ്രോസസ്സ് ഒരിക്കലും പോകാൻ പാടില്ല. പിന്നെ അഫ്കോഴ്സ് ഇന്നത്തെ കാലത്തിൽ ഒരു പടമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനൊരു ഡെഡ് ലൈൻ ഉണ്ട്. നാളെ മാസ്റ്റർ കൊടുക്കണം, നാളെ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർക്കണം, പാട്ടുകൾ തീർത്ത് കൊടുക്കണം, ലേബിളിന് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇങ്ങനത്തെ പല പല സ്റ്റെപ്സ് ഉണ്ടല്ലോ. പക്ഷെ ആ ഡെഡ് ലൈൻ വരുമ്പോഴത്തേക്ക് ആ ഫണ്ട് കുറഞ്ഞു പോകുന്നു എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ട്. ബട്ട് ഐ ഫീൽ അതിനൊക്കെ ഒരു ഉത്തരവുണ്ട്. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുക, ഫുൾ കൺട്രോളാണ് കയ്യിൽ. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നമുക്ക് സോങ് ഐഡിയേഷൻ ടു ഫിനിഷ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. ആൻഡ് ഐ എൻജോയ് ദാറ്റ് ലോട്ട് റൈറ്റ് നൗ. ഇപ്പോൾ അതുകൊണ്ട് ഞാനൊരു 2024 തൊട്ട് ഈ വർഷം വരെ ഞാൻ ആക്ച്വലി ശരിക്കും പറഞ്ഞ ഒരു ഫുൾ ബ്രേക്ക് എടുത്തു. ഒത്തിരി മ്യൂസിക് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ റിലീസിനായിട്ട് ഞാനിങ്ങനെ ഇനിയിപ്പോ ഒന്നൊന്നായിട്ട് ഈ ഓഗസ്റ്റ് തൊട്ട് തുടങ്ങാൻ പോകും. ഒരു 14-15 പാട്ടുണ്ട്. ഒറ്റയടിക്കൊന്നുമില്ല. എന്ന് വെച്ചാൽ എൻ്റെ ബാൻഡും ഉണ്ടല്ലോ. എൻ്റെ ബാൻഡിൻ്റെ ആയിട്ട് ഒരു തമിഴ് ആൽബം ഉണ്ട്, എൻ്റെ ഒരു സിംഗിൾ ഉണ്ട്, പിന്നെ 2-3 മലയാളം പാട്ടുകളും ഉണ്ട്. ഞാൻ തന്നെ എഴുതിയ പാട്ടുകളുണ്ട്. ഞാൻ തന്നെ ഇപ്പൊ എഴുതാൻ തുടങ്ങി. എല്ലാരും വിചാരം കവിയൊന്നും ആയില്ല. കവി അത്രേ ഉള്ളൂ. നമ്മളില്ല. മലയാളത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? ആ മലയാളത്തിലാണ് ഞാൻ എഴുതുന്നത്. എനിക്ക് സംസാരിക്കാൻ ഏറ്റവും സ്ഫുടതയോടെ സംസാരിക്കാൻ അറിയാവുന്നൊരു ഭാഷ എന്ന് പറയുന്നത് മലയാളമാണ്. സോ അതിൽ എനിക്കൊരു കോൺവെർസേഷൻ എങ്ങനെ എന്താ പറയാ മുന്നേറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ലൈക്ക് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. ആ ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ എൻ്റെ റൈറ്റിംഗ്. ഞാൻ അങ്ങനെ വലിയ പോയട്രി ഒന്നും എഴുതാനുള്ള എനിക്ക് വലിയ ഇതൊന്നുമില്ല, ശേഷിയൊന്നുമില്ല. സോ അതുകൊണ്ട് പക്ഷെ അതിന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ എഴുതി കഴിഞ്ഞതിന് ശേഷം എനിക്കറിയാവുന്ന നല്ല 2-3 റൈറ്റേഴ്സിന് ഉണ്ടായതോ ഒക്കെയാണോ ബ്രോ ഇവിടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്താലോ അവിടെ എന്നാൽ പിന്നെ ആ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനത്തെ ഒരു അഡ്വൈസ് ഞാൻ എടുക്കാറുണ്ട്. ബട്ട് അല്ലാണ്ട് ഐ എം വെരി ഹാപ്പി. ഇപ്പോ SS മ്യൂസിക് മുതൽ തുടങ്ങാം നമുക്ക്. SS മ്യൂസിക്കിലെ ആ ബാൻഡ് വളരെ ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം കരിയറിലുണ്ടായിട്ടുള്ള വളർച്ച അത് ഓരോ പടിപടിയായിട്ടുള്ള വളർച്ചയാണ്. ഒന്നും ഈസി ആയിട്ട് കിട്ടിയതാണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ എൻ്റെ ഫാമിലിന്നോ അങ്ങനെ വലിയ പുഷോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. എല്ലാം ഒന്ന് ദൈവാനുഗ്രഹം ഫസ്റ്റ്, ഡെഫിനറ്റ്ലി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. രണ്ടാമത്തെ അച്ഛനമ്മയുടെ നല്ല പ്രാർത്ഥന, നല്ലൊരു എന്താ പറയുക നല്ലൊരു ചൈൽഡ്ഹുഡ് തന്നതിന് എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു സംഗതി. ഓൾവേസ് വെരി സപ്പോർട്ടിങ് പാരൻസ്. അച്ഛൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഡൗട്ടില്ലായിരുന്നു. അമ്മയ്ക്ക് ഭയങ്കര അമ്മ പണ്ടേ എന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്ത കാര്യം എൻ്റെ മോനൊരു കലാകാരനാവണം എന്നുള്ളൊരു ഇതുണ്ട്. അച്ഛൻ്റെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഇല്ല, എൻ്റെ ഫാമിലിയിൽ ആരും ഒന്നും ചെയ്യാറില്ല. എൻ്റെ അമ്മ മാത്രം ഒരു ഡാൻസർ ആയിരുന്നു. അമ്മ 17 വർഷം ഭരതനാട്യം, ഞാനും പഠിച്ചു അതേപോലെ. ആ ഞാൻ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം 14 വർഷം പഠിച്ചതാണ്. ഞാൻ ഓൾ യു ഐ കലാപ്രതിഭയൊക്കെ ആയിരുന്നു. ബട്ട് നിങ്ങളുടെ ചാനൽ തന്നെ പണ്ട് ഏതോ വർഷം ഇന്റർവ്യൂ ചെയ്തപ്പോൾ വേറെ ആരും ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഒരു ഡേറ്റ കാണും നിങ്ങളുടെ അത് നിങ്ങളുടെ എഡിറ്റ് വെക്കേണ്ട കാര്യമില്ല. ബട്ട് നിറയെ പേർക്ക് അറിയത്തില്ല.
സോ ഞാൻ അതും കർണാട്ടിക് മ്യൂസിക് രണ്ടും പഠിച്ചതാണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ എല്ലാവരും പറയും എൻ്റെ ഫൗണ്ടേഷനൊക്കെ പറയുന്നത് മലയാളം പാട്ടുകളാണ് എൻ്റെ ഫൗണ്ടേഷൻ. സോ എല്ലാവർക്കും ഒരു ഈ ലുക്ക് വെച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഈ മൊട്ടയടിച്ചും ദാടി എങ്ങനെ വെച്ചും കണ്ണാടി വെച്ച് കഴിഞ്ഞപ്പോഴും ആൾക്കാരുടെ വിചാരം നമ്മൾ വേറെ ഇവിടെ നിന്നൊക്കെയാണ്. സോ ഇറ്റ്സ് ഓക്കെ ബോത്ത് ആർ ഗുഡ്. അപ്പൊ നമുക്ക് ആ പഴയ നല്ല ഏറ്റവും കൂടുതൽ ബെന്നി ദയാൽ ആ ചെറുപ്പത്തിലെ പാടിയിരുന്ന ആ പാട്ട് ഒരെണ്ണം. ഞാനിപ്പോ കേറി വന്നപ്പോ ഒരു പയ്യൻ പാടി ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്ത്രിയിൽ സ്നേഹാദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ ഭൂപാളമായി നിൻ രാഗമോ എൻ മുന്നിലേ നിൻ പുലർകന്യയായ ഈ പാട്ടം കേട്ട് വർഷങ്ങളായി ഇപ്പോൾ. ഇതൊക്കെ തന്നെ ഞാൻ പാടിയതിന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കോമ്പറ്റീഷൻ അത് ഇതൊക്കെ പാടുന്ന ഇതൊക്കെ തന്നെയായിരുന്നു. ഈ ബെന്നിയുടെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മലയാളം പാട്ടാണോ അതോ ഹിന്ദിയാണോ ആക്ച്വലി ഞാൻ തമിഴാണോ? ഞാൻ ശരിക്കും പറയുമ്പോൾ ഭയങ്കര മിക്സ്ഡാണ്. എല്ലാം ഉണ്ട്. മലയാളവും ഉണ്ട്, തമിഴും ഉണ്ട്, ഹിന്ദിയും ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, അറബിക്കും ഉണ്ട്, ഫ്രഞ്ചും ഉണ്ട്, ആഫ്രിക്കനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒരു എൻ്റെ പ്ലേലിസ്റ്റ് ആണെങ്കിൽ എർത്ത് എന്ന് വിളിക്കാം. വേറെ എന്താ പറയാ, ഐ ലിസൺ ടു എവറിത്തിങ്. എനിക്ക് എങ്ങനെ ലിമിറ്റേഷൻ ഇല്ല. ഈ അടിപൊളി പാട്ടില് കൂടുതൽ രജിസ്റ്റർ ആയി പെടുന്നു എന്നുള്ള ആ ഒരു ഏതെങ്കിലും തരത്തിലൊരു ചിന്തയുണ്ടോ? എനിക്ക് ഞാൻ അങ്ങനെ അധികം ചിന്തിക്കാറില്ല. അധികം ചിന്തിക്കാറില്ല. എനിക്ക് ഇഷ്ടമായെങ്കിൽ ഞാനത് പാടും. എന്ന് വെച്ചാൽ ഒരു സമയത്ത് നമ്മളൊരു കരിയർ തുടങ്ങുന്ന സമയത്ത് നമുക്ക് പാട്ട് വരുന്നു ചെയ്യണം. പിന്നെ കുറെ സമയം കഴിയുമ്പോഴത്തേക്ക് ആദ്യം നമ്മളൊരു എന്താ പറയുക ഒരു ആർട്ടിസ്റ്റ് ഹങ്കർ ഉണ്ടല്ലോ, അത് നമ്മൾ നിറവേറ്റുവാണ്. എന്ന് വെച്ചാൽ അത്രയും പാട്ടുകൾ പാടി 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 ഓക്കെ നമ്മൾ ഇന്ന പാട്ട് പാടി ഇങ്ങനെ ടൈപ്പ് പാടി ഇങ്ങനെ പാടി പാടി ഓക്കെ. പിന്നെ വീണ്ടും അത് റിപ്പീറ്റ് ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞ ഒരു ചെറിയൊരു മെച്യൂരിറ്റി നമുക്ക് ഗെയിൻ ചെയ്യുന്നൊരു പീരീഡ് ആയിരിക്കും. അന്നേരം നമുക്ക് പറയാം ഐ ഡൺ ദിസ് ബിഫോർ, ഐ എം ലുക്കിംഗ് ഫോർ സംതിങ് ഡിഫറെൻറ്റ്. പക്ഷെ ആ ഗ്യാപ്പ് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? സോ ഐ എം ഇൻ ദാറ്റ് ഫേസ് റൈറ്റ് നൗ. എനിക്ക് എന്താ പറയാ, ചിലവര് ബിലീവ് ചെയ്യുന്നു ബെന്നിനെ കൊണ്ട് ഈ പാട്ട്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഉനക്കനെ വേണം സൊല്ലു. ആ പാട്ട് ശരിക്കും പറഞ്ഞാൽ ആ പാട്ട് ആദ്യം ചെയ്തപ്പോൾ തന്നെ ഹാരിസറിനെ എന്നെ പാടിപ്പിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ബോംബെയിൽ ഷിഫ്റ്റ് ആയതുകൊണ്ട് ഇറ്റ് വാസ് എൻ ഇൻകൺവീനിയൻസ് ഫോർ ദം ടു റെക്കോർഡ് മീ ഇമ്മീഡിയറ്റ്ലി. അവർക്ക് പെട്ടെന്ന് തീർക്കണമെന്നുണ്ടായിരുന്നു. നടന്നില്ല. അടുത്ത ദിവസം ഗൗതം മേനോൻ സർ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ബെന്നി തന്നെ പാടണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല പാട്ട് എന്താണെന്ന് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ അവിടെ ചെന്ന് കേട്ടപ്പോഴത്തേക്ക് യു ഷോ യു വോണ്ട് മീ ടു സിംഗ് ദിസ് സോങ്. ഞാൻ ചോദിച്ചു ഞാൻ തന്നെ ഇത് പാടണമെന്ന്. ഇല്ല, ബെന്നി പാടിയത് നന്നാവെന്ന് പറഞ്ഞു. ഞാൻ പാടിയത് നന്നായി. സോ ഐ എം ജസ്റ്റ് ഗോയിങ് വിത്ത് ദ ഫ്ലോ. മനസ്സിലായില്ല, ഞാൻ ഇങ്ങനെ ഗേജ് ചെയ്യുന്നില്ല. ഞാൻ ഇങ്ങനത്തെ പാട്ടേ പാടൂ, അങ്ങനത്തെ പാട്ടേ പാടൂ. എനിക്ക് സ്ലോ സോങ്സും ഉണ്ട്, ഫാസ്റ്റ് സോങ്സും ഉണ്ട്. സോ സ്ലോ സോങ്സ് എല്ലാവരും എല്ലാ ദിവസവും കേൾക്കുന്നില്ല. പിന്നെ ഇന്നത്തെ കാലത്ത് എല്ലാവരും അടിച്ചു പൊളിക്കുന്നുണ്ട്. എൻ്റെ അടിപൊളി പാട്ടിൽ എല്ലാവരും കേൾക്കാനായി ഒരു ഇട വരുന്നു, അത്രയേ ഉള്ളൂ. ബട്ട് ഐ തിങ്ക് ഐ എം ഓപ്പൺ ടു എവറിത്തിങ്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ചിന്നമ്മ. അതെ, ആ ചിന്നമ്മ എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരും. ജലക്ക് ജലക്ക് വോൻ കൊഞ്ചൽ சொல் எதுக்கு எதுக்கு விழிக்கஞ்சல் கண்ணாலே அனுப்பினால் அஞ்சல் நிறம் மாறி போனதும் மஞ்சள் அடி துவங்கு துவங்கு வெக்க காய்ச்சல் சின்னம்மா ചിലക്കമ്മ. ഞാൻ കുറച്ച് വർഷങ്ങൾ ചോദിക്കാം. അത് ബെന്നിയുടെ ലൈഫായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഡെഫിനറ്റ്ലി. അപ്പം അത് ഓർമ്മ വരുമ്പം അതുമായിട്ട് കണക്ട് ചെയ്യുന്ന പാട്ട് ഏതാണെന്ന് പറയണം എന്നോട്. ഓക്കെ, 2004 യെസ്. നെക്സ്റ്റ് 2007 മധുരയ്ക്ക് പോകാതടി അങ്ക മല്ലിപ്പൂ കണ്ണ വെക്കും. ഓക്കെ, അല്ല ഇത് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന കാര്യം കൂടെ പറയണം. അത് എൻ്റെ ഫസ്റ്റ് സോളോ സോങ് ആയിരുന്നു. അതും അതേപോലെ തന്നെ സെയിം സോങ്, സെയിം അതേ പടം അഴകിയ തമിഴ് മകളിലെ 2 പാട്ട്. ഓക്കെ, 2008 so many songs. Like Rase Nirase
നൻപൻ കിടത്താൽ എല്ലാം ഓസെ, അത് പിന്നെ कैसे मुझे तुम मिल गई, അത് ആജാവേ ഹവാओं पे बिठा के ले ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ വന്ന വർഷം കൂടിയായിരുന്നു പപ്പു കാൻ ഡാൻസ് പപ്പു കാൻ ഡാൻസ്, അതാണ് ആദ്യം റിലീസ് ചെയ്തത്. അതൊക്കെ 2011 നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സോങ് ഊര പാറ് പുത്തം പുതുക്കാറ് ഭൂത കാത്ത് ജനൽ തൊടുപാറ്, ഇങ്ങനെ സോങ് ഉണ്ടായിരുന്നു. 2019 നമ്മൾ ആദ്യം ആൽബം റിലീസ് ചെയ്തപ്പോ ഹിറ്റായ ഒരു സോങ് ആയിരുന്നു. അതെ അതെ. ഇനി 2012 was so many songs. मुझे तो तेरी लत लग गई ഇതുണ്ടായിരുന്നു. പിന്നെ ചടി മജ യാരി തേരി ऐसी जैसे दारू देसी, പിന്നെ ഡിസ്കോ ദിവാനെ, ഇതൊക്കെ റിലീസായ സോങ് വർഷമായിരുന്നു 2012. ഏറ്റവും പ്രതീക്ഷയോടെ കണ്ടത് ഒരുപക്ഷെ എ ആർ റഹ്മാൻ സാറുമായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു അവസരം ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ ഒരു ഓർമ്മ എങ്ങനെയാണ്? അങ്ങനെ ആ കോൾ വന്നത് എങ്ങനെയാണ്? കോൾ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്യായിരുന്നു. ആക്ച്വലി 2006 ഞാൻ എല്ലാം ക്വിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഇനി മ്യൂസിക് ഒന്നും ചെയ്യുന്നില്ല. ബെന്നി ദയാലിന് അങ്ങനെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. എല്ലായിടത്തും കയറി ഇറങ്ങി നമുക്ക് അറിയാവുന്ന കുറെ കമ്പോസേഴ്സ് ഒക്കെ ഉണ്ട് ഈ ലിസ്റ്റിൽ. ഞാൻ പേരെടുക്കണില്ല, എന്നുവെച്ചാൽ കഴിഞ്ഞല്ലേ നമ്മളിവിടം വരെ എത്തി. സോ ബട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു. എന്നെ പറഞ്ഞു ഇല്ല, നോ വർക്ക്, നത്തിങ്, സോറി. എന്നുവെച്ചാൽ അവരൊക്കെ ഫിക്സ്ഡ് ആയിരുന്നു. അവരുടെ ഒരു ഗ്രൂപ്പ് ഓഫ് സിംഗേഴ്സ്, കോറസ് ആയാലും ട്രാക്ക് പാടാനായാലും. ഞാൻ വിചാരിച്ച ഇതിനിപ്പോൾ സെറ്റാവുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിചാരിച്ച വിട്ടു, ജോലി എടുത്തു ജോയിൻ ചെയ്ത് 3-ാമത്തെ ദിവസം എനിക്ക് കോൾ വന്നു. ഇറ്റ് ഈസ് സോ ക്രേസി. സോ അങ്ങനെ ഞാൻ പോയി. എങ്ങനെയായിരുന്നു അവരും ക്രേസി. ലൈക്ക് ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ ഞാൻ എങ്ങനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, മിസ്റ്റർ റഹ്മാൻ, AR സർ, ഇങ്ങനെ ഹായ് ബൈ സർ, ഓക്കെ കഴിഞ്ഞു, അവിടെ തന്നെ ഫിക്സ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി സർ എന്ന് വിളിച്ചു പോയി. ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ അത് അന്ന് ആക്ച്വലി വലിയ ഇന്ററാക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. അന്ന് വന്നു, ബ്രീഫ് വന്നു, സ്ഥലം വിട്ടു പോയി. അതൊരു കോറസ് റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് എഞ്ചിനീയർ എന്നെ ട്രാക്ക് ചെയ്തു. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ മീറ്റ് ചെയ്യണത്. സോ അന്നേരമാണ് ഫേസ് ടു ഫേസ് അദ്ദേഹം മനസ്സിലാക്കിയത് എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ പാടും. എന്നെ കൊണ്ട് ഒത്തിരി പാട്ടുകൾ പാടിപ്പിച്ചു അന്ന്. ജസ്റ്റ് ഇതേപോലെ 2011, 2012 ഇങ്ങനെ ഇതേപോലെ എൻ്റെ അടുത്ത് ഹിന്ദി, തമിഴ്, മലയാളം ഇങ്ങനെ പറഞ്ഞു. ഓരോന്ന് ഇങ്ങനെ പാടി കൊടുത്തു. ഇംഗ്ലീഷ് ഒക്കെ പാടി കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞു വാട്ട് എൽസ് ഡു യു സിംഗ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അറബിക്ക് പാടുന്നു. സോ റിയലി സർ ഐ ക്യാൻ റൈറ്റ് അറബിക് ഓൾസോ. ഓഹോ എഴുതാമോ, ദാ മാർക്കർ നീ ബോർഡിൽ എന്തെങ്കിലും എഴുതി പറഞ്ഞു. ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഞാൻ എഴുതി. സാറ് ഭയങ്കര ഇംപ്രസ് ചെയ്തു. സോ നൈസ് മാൻ എന്ന് പറഞ്ഞു. ഹാപ്പി. പിന്നെ സാറ് പറഞ്ഞു ഓക്കെ ഐ ഹേർഡ് യു ക്യാൻ സിംഗ് ഇൻ അറബിക്. ഐ സെഡ് ഐ ക്യാൻ സിംഗ് ഇൻ അറബിക്. എന്തെങ്കിലും പാട്ട് പാടിയെന്ന് പറഞ്ഞു. ഇപ്പൊ എത്ര പാട്ട് ഏകദേശം റഹ്മാൻ സാറിന്റെ? ഞാൻ എണ്ണാറില്ല. എനിക്ക് എണ്ണുന്നത് ഇഷ്ടമല്ല. അതെ. 2023 ഒരു പക്ഷേ ഒരു സ്റ്റേജ് ഡ്രോൺ. ഇതൊരു പാട്ടല്ലല്ലോ, പാടല്ലേ. അതെ ഒരു പക്ഷെ അത് അത്ര ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഓർമ്മയാവണമെന്നില്ല. ഇല്ല അങ്ങനെയൊന്നുമില്ല. അത് ആക്ച്വലി പറഞ്ഞ എനിക്കത് കൊണ്ടു. അടുത്ത ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമില്. I was over it. പക്ഷെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ഇറ്റ്സ് എ വെരി ഓവർബ്ലോൺ ടോപ്പിക്. ഇറ്റ്സ് നോട്ട് സച്ച് എ ബിഗ് ഇഷ്യൂ. അത് ഒത്തിരി പേര് ഭയങ്കരമായിട്ട് ഇങ്ങനെ തലയിൽ ഡ്രോ കൊണ്ടു വേദനിച്ചു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇഞ്ചറി ഒന്നും ആയില്ലല്ലോ. ഇറ്റ് വാസ് ജസ്റ്റ് മിസ് ഹാപ്പ്. പക്ഷെ അതിൽ നിന്നും എന്താ പറയുക, നമ്മുടെ ഒരു ഇവന്റ് ഇൻഡസ്ട്രിക്ക് ഒരു അവേക്കനിങ് ഉണ്ടായി. എന്ന് വെച്ചാൽ ഇനി അത് അലോ ചെയ്യരുത്, വേറൊരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു അമളി പറ്റാൻ പാടില്ല എന്നുള്ളൊരു അതൊരു പാഠമായി മാറി. അത് കഴിഞ്ഞ് ഒത്തിരി ആർട്ടിസ്റ്റ് പറഞ്ഞു ഇറ്റ്സ് നോട്ട് അലൗഡ്. എത്രയും ദൂരെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ എത്ര മുകളിലേക്ക് വെക്കാൻ പറ്റും ബെറ്റർ.
ഈ പാട്ടുകളിലൊക്കെ ലിറിക്സ് നന്നായി ശ്രദ്ധിക്കുന്ന ആളായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ ഇത് പറയാം. എനിക്കോ? ഉം. ഞാൻ പാടിയ പാട്ടുകളിൽ എനിക്ക് ഒട്ടും മനസ്സിലാവാത്തൊരു പാട്ടാണ് ഓളം മെലഡി. ഞാൻ പാടി ഭയങ്കര പാട്ട്, ഇതൊക്കെ മനസ്സിലായി. പക്ഷെ പിന്നെ സുന്ദര പ്രപഞ്ചത്തരോ ഇതൊക്കെ എനിക്ക്, ഞാൻ പറഞ്ഞു വിഷ്ണു ഇതെന്തായാലും ലിറിക്ക് ബെന്നി പാട് ബെന്നി പാട്. എനിക്ക് ഇന്നും അതിന്റെ കോർ എനിക്ക് മനസ്സിലായി. ബട്ട് ഇറ്റ്സ് സച്ച് എ കില്ലർ സോങ്, യുനോ. ലൈക്ക് ഏറ്റവും കഷ്ടമായ വാക്കുകൾ വെച്ചുണ്ടാക്കിയ ഒരു പാട്ട് അത് ഭയങ്കര ഒരു സക്സസ് ആവും എന്ന് പറയുന്നത് ഓൺലി പലരി can do that. He's incredible. And പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ലിറിക് ഡെഫിനറ്റ്ലി ഐ വുഡ് സേ എനിക്ക് ഉനക്കന വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി റിലേറ്റ് വിത്ത് ഇറ്റ് നൗ. എനിക്കിപ്പോൾ ഒരു മോളാണ്. ആ സോങ് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ലോട്ട്. നിനക്കെന്താ വേണ്ട, എന്തൊക്കെ ചെയ്യണം, എവിടെ പോകണം, എനിക്കിത് വേണ്ട, ഓക്കെ ഇത് വേണ്ടെങ്കിൽ ഇത് വേണ്ട, അത് മതി, നമുക്കിതൊക്കെ ചെയ്യാം. ഇങ്ങനത്തെ ഒരു വെരി സിമ്പിൾ, വെരി ഹാർട്ട് വാർമിംഗ് ലിറിക്കുള്ള ഒരു സോങ് ആണ് ഉനക്കന വേണം. one of my favorite. അല്ലാണ്ടുണ്ട് कैसे मुझे ഒന്ന് പാടും. कैसे मुझे तुम मिल गई, किस्मत पे आए ना यकीन, उतर आई झील में जैसे चांद उतरता है कभी, हौले हौले धीरे से गुनगुनी धूप की तरह से तरन्नुम में तुम छूके मुझे गुजरी हो, देखो तुम्हें या मैं सुनूं, तुम हो सुकून, तुम हो जुनूं, क्यों पहले ना आई तुम, ओ, ओ, ओ. വേറൊരു ലോകത്ത് പോകുന്നത് പോലെയാണ് ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റേജ് ഷോസിനെ കുറിച്ച് പറയാം. ബെന്നി ദയാലിൻ്റെ സ്റ്റേജ് ഷോ എന്ന് പറയുന്നത് തന്നെ ഒരു ഡിഫറെൻറ്റ് പെർഫോമൻസ് ആണെന്ന് അറിയാം. അത്ര എനർജി, ഭയങ്കര എനർജറ്റിക് പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഡാൻസും ഇതും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള എനർജറ്റിക് പെർഫോമൻസ്, അതിന് മുന്നേ ഉള്ള ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? പേടിയോ? ഞാൻ ഭയങ്കര നെർവസ് ആട്ടോ. ഞാൻ എപ്പോഴും നെർവസ്. ഇത്രയും സ്റ്റേജ് ഷോസ് ചെയ്തിട്ട് ഞാൻ ഇന്നലെ ചേട്ടൻ്റെ പറഞ്ഞു എനിക്ക് പേടി, ഇത് പെർഫോം ചെയ്യണം, എന്താവുമെന്ന് എനിക്ക് ഒന്നും അറിയില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്, യു നോ. സോ സി, നമ്മൾ ആക്ച്വലി ഒന്നും ഗ്യാരണ്ടി ഇത് പറയാ, ഗ്യാരണ്ടി ആയിട്ട് നമ്മൾ എടുക്കാൻ പാടില്ല. യു ഷുഡ് നോട്ട് ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറയത്തില്ല. എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് ടു ടേക്ക് എനിത്തിങ് ഫോർ ഗ്രാൻറ്റഡ്. എപ്പോഴെന്ത് വേണേൽ നടക്കാം, എന്ത് മിസ്റ്റേക്ക് വേണേൽ നടക്കാം, എന്ത് വേണേൽ എല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കും, എന്തെങ്കിലും മോശമായിട്ട് നടക്കാം. സോ ഐ എം ഓൾവേസ് നെർവസ് ആൻഡ് ഇറ്റ്സ് ഓക്കെ, യുനോ. കണ്ണുവിടാണ്ടിരിക്കട്ടെ എന്ന് പറയത്തില്ല, ആ നെർവസ്നെസ് ഇരുന്നാൽ മതി, ബെസ്റ്റാണ്. ജീവിതത്തിൽ ഏറ്റവും ലോ ആയ പോയിന്റിൽ ഏറ്റവും ഉയർത്തിക്കൊണ്ട് വന്നത് ആരാണ്? അമ്മ. എൻ്റെ അമ്മയാണ്, വേറെ അല്ല. അമ്മ ഓൾവേസ്, ചെറുപ്പത്തിലും ഇപ്പോഴും അമ്മയില്ല, ബട്ട് സ്റ്റിൽ ഐ നോ ഷീ ഈസ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരുന്നു? എൻ്റെതോ? എൻ്റെ പാട്ടിനകത്ത് അങ്ങനെ എല്ലാ പാട്ടും ഇഷ്ടമായിരുന്നു. അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് ഇതായിരുന്നു, താമരക്കുമ്പിലല്ലോ മമ ഹൃദയം. ഇതൊക്കെ അമ്മയുടെ ഫേവറേറ്റ് സോങ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഭാവി സ്വപ്നം പറഞ്ഞു, ആ ഒരു ബാൻഡും അതോടൊപ്പം തന്നെ മറ്റ് പാട്ടുകളൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? മറ്റെന്തൊക്കെയാണ് പ്ലാൻസ് ഇനി? മറ്റൊന്നുമില്ല, വേൾഡ് ടൂർ ചെയ്യണം, ഇനിയും പാട്ടുകൾ റിലീസ് ചെയ്യണം, ഇവോൾവ് ആവണം, നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം. അങ്ങനെ ഞാൻ ഇന്നതൊക്കെ ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ ഇങ്ങനെ ചെക്ക് ലിസ്റ്റ് വെക്കാറില്ല. ചെക്ക് ലിസ്റ്റ് ഇസ് ജസ്റ്റ് വിതിൻ. നമ്മൾ നല്ലൊരു മ്യൂസിഷ്യൻ ആവുക, ഒരു നല്ലൊരു ഗ്ലോബൽ ആർട്ടിസ്റ്റ് ആവുക എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യ മാത്രമല്ലാണ്ട് ലോകമെമ്പാടും. അതാണ് ഇപ്പം അറബിക് ഒക്കെ നന്നായിട്ട്, ഇപ്പം അബുദാബി പഠിച്ച ആളാണ്, സ്വാഭാവികമായിട്ടും അറബിക്ക് നന്നായിട്ട് അറിയായിരിക്കും. അങ്ങനത്തെ വേറെ തരത്തിലുള്ള ലാംഗ്വേജസിലേക്കൊക്കെ വ്യാപിപ്പിക്കാനുള്ള അതല്ല ഞാൻ ആക്ച്വലി ചെയ്യുന്നത് ഇന്ത്യ ടു ദ വേൾഡ് ആണ് എൻ്റെ ഐഡിയ. എന്ന് വെച്ചാൽ ഇന്ത്യൻസിന്
ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എക്സ്പോഷർ ഉണ്ട് എല്ലാ മ്യൂസിക്കൽ ജോണേഴ്സിനും. ഇന്ന് യൂട്യൂബ് ഉള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും പല പല സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് ഉള്ളതുകൊണ്ടും ആക്സസ് ഇസ് അൺലിമിറ്റഡ്. അതുകൊണ്ട് അങ്ങനത്തെ എന്താ പറയുക, നമുക്ക് അറിയാവുന്ന ഫെമിലിയർ ജോണറസ് അല്ലാണ്ട് മറ്റു പല ജോണറുമായി അത് ഒരു ഇന്ത്യൻ ഭാഷയിൽ കളർന്നുകൊണ്ട് നമ്മൾ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഗ്ലോബൽ പരീക്ഷണമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇറ്റ് ഹാസ് ടു ബി എ ഗുഡ് ബ്ലെൻഡ്. എന്ന് വെച്ചാൽ ഈ ബ്ലെൻഡ് എന്ന് പറയാൻ പാടില്ല, ഇറ്റ്സ് എ ഗുഡ് ക്രോസ് ഓവർ എന്നാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഈ മ്യൂസിക് it should reach that audience too. Oh wow, he does something like this. So അങ്ങനത്തെ ഒരു I think that is my mission. My mission is to ഞാൻ പല പല ജോണറസ് ചെയ്യുന്നുണ്ട്. I want to take that genre also from India and the Indian language and give it a global twist, not a global mix, not twist also, mix. I think twist, they are all the wrong words. ട്വിസ്റ്റ്, ബ്ലെൻഡ്, ഇതൊക്കെ അല്ല. ഇറ്റ്സ് എ ക്രോസ് ഓവർ. നമ്മൾ ക്രോസ് ഓവർ ചെയ്യാൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കണ്ടില്ലേ, എഡ് ഷീറിനൊക്കെ ഇന്ത്യയിൽ വന്നു, ഇവരൊക്കെ ഇന്ത്യ വന്നു, ആൻഡ് ദേ ആർ മേക്കിംഗ് സോങ്സ്. അരിജിത് സിംഗ് ഗോയിങ് ബാക്ക്, മനസ്സിലായില്ല? സോ വി ഷുഡ് ഓൾസോ ബി ഗോയിങ് ദെയർ വിത്ത് എന്താ പറയുക, ഒരു നല്ലൊരു പോർട്ട്ഫോളിയോ ഓഫ് മ്യൂസിക്കൽ ഐഡൻറ്റിറ്റി. നമ്മുടെ ഒരു മ്യൂസിക്കൽ ഐഡൻറ്റിറ്റി സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഓക്കെ, ഷാൽ വി കൊളാബറേറ്റ് ഒരു സോങ്. അങ്ങനത്തെ ഓഫേഴ്സ് വരാറില്ലേ? പിന്നെ എപ്പോഴും നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി പ്രൊഡ്യൂസേഴ്സ് ഫ്രം ദർ അവർ എനിക്ക് എഴുതാറുണ്ട്, ഡു ഐ വോണ്ട് ടു വർക്ക്. വെരി യങ് പ്രൊഡ്യൂസേഴ്സ്. അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞ ദ റിയൽ ഡീൽ എന്ന് പറയുന്നത്. ബിഗ് നെയിംസ് ഓഫ്കോഴ്സ് ബിഗ് നെയിംസ് ഉണ്ട്, പക്ഷേ ഓൾ ദ യങ്ങർ പ്രൊഡ്യൂസേഴ്സ് ഒത്തിരി പേര് എഴുതുന്നുണ്ട്. സോ ബിക്കോസ് ദേ ലുക്കിംഗ് അറ്റ് യുവർ റെപ്പർട്ടോർ, യുവർ സ്റ്റൈൽ, ഔട്ട്ലുക്ക്, യുനോ ദ കാരിക്കേച്ചർ ഓഫ് ദി ആർട്ടിസ്റ്റ്. What does he bring to the table? Does he authentic ആണോ? You know, I'm authentic. ഞാൻ മലയാളം സംസാരിക്കുന്ന ഒരു മലയാളിയാണ്. So I'm definitely an authentic person. പക്ഷേ ഞാൻ എങ്ങനെ അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ത്രൂ their language, through their genres, through my music, my language, that mix is what I'm looking to be in the future. ഞാനായാലും എൻ്റെ ബാൻഡായാലും want to give them a global sound. I think നമ്മളെല്ലാവരും ഫോക്കസ് ചെയ്യേണ്ട ഒരു ബിഗർ പിക്ചറാണ്, നോട്ട് ജസ്റ്റ് ഐ വോണ്ട് ടു ബി ലോക്കലി ഗ്ലോബൽ, മനസ്സിലായില്ലേ? ഗ്ലോബൽ യെറ്റ് ലോക്കൽ. അങ്ങനെ ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്, ഇത്രയും നേരം സംസാരിച്ചപ്പോൾ വളരെ സ്ഫുടമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള ഒരു കോംപ്രമൈസും മലയാളത്തിന്റെ കാര്യത്തിലില്ല. ഞാൻ മലയാളം വീട്ടിലാണ് പഠിച്ചത്, ഞാൻ സ്കൂളിലൊന്നും പഠിച്ചില്ലായിരുന്നു. ഞാൻ പത്രം വായിച്ചും എഴുതാനും വായിക്കാനും ഒക്കെ അത്രയും തന്നെ ഫ്ലുവൻ്റ് ആയിട്ട് അറിയാം. എനിക്കത്ര സ്പീഡില്ല എന്ന് വെച്ചാൽ എല്ലാ ദിവസവും എഴുതുന്നില്ലല്ലോ, വായിക്കുന്നുമില്ല. പക്ഷെ ഞാൻ പഠിച്ച അത്ര അങ്ങനെയാണ്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ പഠനകാലം അത് ഈ പാട്ടിന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം സഹായം? അവിടെ പാട്ട് മാത്രമേ നന്നുള്ളൂ, പഠനമൊന്നും അത്രയും നടന്നില്ലായിരുന്നു. പഠിക്കാൻ ഞാൻ ആക്ച്വലി ഐ എം ജസ്റ്റ് മൈൽഡ്ലി ആവറേജ് ഓർ അബവ് ആവറേജ് സ്റ്റുഡൻറ്റ്. എൻ്റെ ഫോക്കസ് ഇതായിരുന്നു. എനിക്കൊരു മ്യൂസിക്കൽ കരിയർ വേണം എന്നായിരുന്നു എൻ്റെ ഒരു ഓൺലി ഡ്രീം. അത് അവിടെ നിന്നായിരുന്നു ശരിക്കും പറയുന്നത്. വെച്ചാൽ ഈ നമ്മൾ 3.5 വയസ്സ് തൊട്ട് 18 വയസ്സ് വരെ പാട്ട് പഠിച്ചു, പെർഫോം ചെയ്തു. പിന്നെ അടുത്ത 4 വർഷം കോളേജിൽ ഞാൻ പാട്ട് കേട്ടു, പെർഫോം ചെയ്തു. ഈ ലിസണിങ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ആർട്ടിസ്റ്റിനും ഏത് സംഗീതജ്ഞനും, എനി മ്യൂസിഷ്യൻ, ലിസണിങ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. പാട്ട് കേൾക്കുക, പാടാണ്ടിരുന്ന് കേൾക്കുക. പാട്ട് കേട്ടണം, എൻ്റെ കൂടെ പാടണം എന്നുള്ളൊരു എന്താ പറയുക, ഒരു ഗ്രീഡിനെസ് ഉണ്ട് എല്ലാ സിംഗേഴ്സിനും. എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു വാല്യുബിൾ ലെസൺ എന്ന് പറഞ്ഞാൽ ആദ്യം പാട്ട് കേൾക്കുക. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കേൾക്കും, കേട്ടോണ്ടിരിക്കും, എല്ലാ ദിവസവും കേൾക്കും. അത്ര ഉള്ളു. എത്ര തവണ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ലിസൺ. നമുക്ക് കോളേജ് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ഫ്രീ ടൈം ഉണ്ടല്ലോ. ഐ സ്പെൻഡ് മൈ ടൈം ജസ്റ്റ് ലിസണിങ് ടു മ്യൂസിക്. പിന്നെ ഇങ്ങനെ പല പല ഫ്രണ്ട്സിൻ്റെ റൂമിൽ പോകുമ്പോഴത്തേക്കും അവർ ഓരോന്നോരോന്നൊക്കെ, നീ എന്തോടാ കേൾക്കുന്നത്, ഇത് കേൾക്കുക, നീ എന്തോടാ കേൾക്കുന്നത്, ഇത് കേൾക്കുക. അങ്ങനെ ഷെയറിങ്, കെയറിങ്. ഇപ്പോൾ ഓണക്കാലമാണ്, ഓണത്തിൻ്റെ ഓർമ്മ എങ്ങനെയാണ്? ഓണമൊക്കെ എനിക്ക് അത്രയും ഗൾഫിലായിരുന്നു, അബുദാബിയിലായിരുന്നു എപ്പോഴും ഓണം. എൻ്റെ അമ്മയുടെ ഒരു
കിടിലം വിഭവം എന്നുവെച്ചാൽ ഭയങ്കര ഒരു സദ്യ, ഒരു 21 വിഭവങ്ങൾ, 3 പായസം ഓൾവേസ്, ഒരു ശർക്കര പായസം, ഒരു അടപ്രഥമൻ, ഒരു സേമിയ പായസം, പിന്നെ പറയുന്ന എല്ലാ സംഭവം. എനിക്ക് എന്താ പറയുക, ഈ ഇലയിലിട്ട ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇലയിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോഴും എപ്പോൾ വേണമെങ്കിൽ കഴിക്കാം. ഈ ഭാഷയ്ക്കപ്പുറം ഇപ്പം പല നാടുകളിൽ സഞ്ചരിച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ബോളിവുഡായിട്ട് അസോസിയേറ്റ് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. തമിഴുണ്ട്, തെലുങ്കുണ്ട്, കന്നഡയുണ്ട്. ഇപ്പം ഇപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? മലയാളി, ബീങ് എ മലയാളി. എൻ്റെ ഭാഷ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ഏത് ഭാഷയും സംസാരിക്കാനോ പാടാനോ വളരെ വളരെ എളുപ്പമാണ്. എന്ന് വെച്ചാൽ വഴങ്ങാത്ത ഏത് ദിശ വേണേലും ഈ നാക്ക് വഴങ്ങും. പിന്നെ അതിനുശേഷം നമ്മൾ ഏത് ഭാഷ പാടിയാലും ഇറ്റ്സ് ആക്ച്വലി അണ്ടർസ്റ്റാൻഡിങ് ദ സൗണ്ട് ആൻഡ് സിംഗിങ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഞാൻ ഇതെല്ലായിടത്തും പറയുന്നത്. മലയാളം അറിയാമെങ്കിൽ ഈസിയാണ്. ഐ ഫീൽ അതുകൊണ്ടാണ് ഞാൻ ബംഗാളി ഒക്കെ പാടുന്നത്. ബംഗാളി ഐ ജസ്റ്റ് ഡീകോഡ് ഇറ്റ് ലൈക്ക് എ സൗണ്ട്. ഷായം ഷായം, അവർക്ക് നാ പോലും ഇല്ല. അവർക്ക് നന്ദി പറയാൻ പറ്റത്തില്ല. നന്ദി എന്നാ പറയുന്നില്ല. നോർത്ത് ഇന്ത്യയിൽ ബോംബെയിലൊക്കെ ഞാൻ കിടക്കുന്നുണ്ട്, നന്ദി 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 അല്ലടാ നന്ദി ഇങ്ങനെ പറയുന്നു ഫ്രണ്ട്സിൻ്റെ അടുത്ത്. ഓ ഹൗ ഡു യു സേ ദാറ്റ്? ബൈറ്റ് ദ ടങ്, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിരിക്കും. So it's fun. Yeah, I think I have that advantage because being a Malayali. അല്ലെങ്കിൽ you have to be a really brilliant singer like Shreya Ghoshal. Shreya Ghoshal ബംഗാളി ആയിരുന്നു, മലയാളവും തമിഴും കന്നഡയൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് പാടുന്നത്. അത് ഭയങ്കര ദൈവം കൊടുത്തൊരു ബ്രെയിനാണ്. അക്ഷരസ്ഫുടതയുടെ കാര്യം മുന്നേ പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത്, എല്ലാ ലാംഗ്വേജിനും ഈ സിമിലർ ആയിട്ടുള്ള അക്ഷരസ്ഫുടതയോടെ തന്നെ സംസാരിക്കാനും പറയാനും ബെനിദയാലിന് കഴിയുന്നുണ്ടല്ലോ. അത് ഈ മലയാളം കൊണ്ട് തന്നെയാണോ? അല്ല, മലയാളം കൊണ്ട് നമുക്ക് വാക്കുകൾ മനസ്സിലാക്കാം. ബട്ട് there is a nativity. എല്ലാത്തിനും ഓരോരോ എന്താ പറയുക ഒരു ശൈലി. ஏன்னா ആ നാട്ടിന് ആ ഒരു ശൈലിയില്ലേ. நம்ம തമിഴിൽ பேசும்போது இப்படி தான் இருக்கணும், പക്ഷെ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണം. फिर हम हिंदी में बात करते हैं, वो वहाँ पे अलग अलग किस्म का कुछ ना कुछ तो हो ही जाता है. So you know, you understand, it's just conversation, paying attention, listening എന്ന് പറഞ്ഞില്ലേ, ലിസ്ണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയേ ഉള്ളൂ. അപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞല്ലോ ബെനിദയാലിൻ്റെ ഡ്രസ്സിങ്, അതോടൊപ്പം തന്നെ ഒരു ഫാഷൻ ഐക്കൺ ആയിട്ടൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. ആരാണ് ഇതിന് പിന്നിൽ? സ്വന്തം സെലക്ഷൻ ആണോ? ഞാൻ തന്നെയാണ്. എനിക്ക് അങ്ങനെ സ്റ്റൈലിസ്റ്റ് ഒന്നുമില്ല. ഞാൻ ആക്ച്വലി എല്ലാം ഞാൻ ഇത്രയും വർഷം ഞാൻ തനിയാണ് ചെയ്യുന്നത്. ഇപ്പം വൺസ് ഇൻ എ വൈൽ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യാറുണ്ട്. ഇവിടെ കൊച്ചി എന്നുള്ളൊരു കിടില ഒരു സ്റ്റൈലിസ്റ്റ് ഉണ്ട്. നിങ്ങളെല്ലാം കേട്ടാണെന്ന് അറിയത്തില്ല, ജിഷാ ഷംസുദ്ദീൻ. സോ ജിഷാദ് ഭായ് എൻ്റെ ഇപ്പോൾ ഒരു കറണ്ട് സ്റ്റൈലിസ്റ്റ്. എൻ്റെ ഷോസിനൊക്കെ ഒരു 4-5 ഷോസിനകത്ത് എനിക്ക് സ്റ്റൈൽ ചെയ്തു. വർക്കിംഗ് വിത്ത് ഹിം, ഗോയിങ് ടു ബി വർക്കിംഗ് വിത്ത് ഹിം ഇൻ ദ ഫ്യൂച്ചർ. സോ ജിഷാദ് ഭായ് എനിക്ക് വെരി കൂൾ ഗായ്. സോ അദ്ദേഹത്തിന് എൻ്റെ ഒരു സ്റ്റൈലിങ്ങും എൻ്റെ എസ്തറ്റിക്സ് ഒക്കെ മനസ്സിലാകുന്നു. എൻ്റെ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു മ്യൂസിക് വീഡിയോന് അത്രയും സ്റ്റൈൽ ചെയ്തത് ജിഷാദ് ഭായ് ആണ്. സോ ഇറ്റ്സ് എ വെരി കൂൾ ലുക്കിംഗ് ഇന്റർനാഷണൽ ലുക്കിംഗ് വീഡിയോ, വെരി സിമ്പിൾ വീഡിയോ, അധികം ഷൂഷാവൊന്നും ഇല്ലാത്തൊരു വീഡിയോ. ബട്ട് നൈസ്. ഇപ്പം 2025 ആണ് മോൾ ഉണ്ടായത് അല്ലേ? യെസ്, December 27. മോൾക്കും ഒപ്പം തന്നെ മോളുടെ പ്രായത്തിലുള്ള മറ്റുള്ള കുട്ടികൾക്കുമായിട്ട് ഒരു പാട്ട്. ഉനക്കെന്ന വേണം சொல்லு, உலகத்தை காட்ட சொல்லு, புது இடம் புது மேகம் தேடி போவோமே, ஒரு வெள்ளி கொலுசு போல இந்த பூமி சினுங்கும் கீழே, அணியாத வைரம் போல இந்த வானம் மினுங்கும் மேல. ഈ ഓണമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ അബുദാബിയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഓർഗനൈസേഷൻസിന്റെ ഒക്കെ ഓണപരിപാടികളൊക്കെ പൂക്കളമൊക്കെ ഉണ്ടായിരുന്നു. പൂക്കളം കോമ്പറ്റീഷനും ഓണപ്പാട്ട്. പിന്നെ ഓണപ്പാട്ടില്ലായിരുന്നു. ഇല്ല, ഓണപ്പാട്ടില്ലായിരുന്നു. പിന്നെ നമുക്ക് വടംവലി ഉണ്ടായിരുന്നു, സദ്യ, ഇതൊക്കെ മതി. കേരളത്തിൽ എപ്പോഴെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ഇല്ല. ഇല്ല, ഒരു ഓണം പോലെ ഞാൻ ആഘോഷിച്ചു. ഈ ഓണത്തിന് ബോംബെയിലാണ്? ഇല്ല, ഈ ഓണം ഞാൻ ബാംഗ്ലൂരിലാണ്. എന്റെ ചേട്ടനുണ്ട്, ചേട്ടന്റെ ഭാര്യയും മോളും എന്റെ മോളും ഭാര്യയും, നമ്മള് കുടുംബസമേതം ഒരു ഓണം. അപ്കമിങ് സിംഗേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ സിംഗേഴ്സിനോട് പറയാനുള്ളത്? ബി യുവർ സെൽഫ്, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. എന്ന് വെച്ചാൽ നമ്മുടെ മലയാളത്തിലിപ്പോൾ there are so many amazing singers അല്ലേ. നമുക്ക് ദാസകളുണ്ട്, ജാനകിയമ്മ ഉണ്ടായിരുന്നു, സോറി ലേറ്റ് ജാനകിയമ്മ, ആൻഡ് ചിത്രമ്മ, സുജാ ചേച്ചി, ശ്രീനേട്ടൻ, ജയചന്ദ്രൻ സാറ്, പിന്നെ
സുശീലാമ്മ, ഇവരെല്ലാവരും പാടിയൊരു കാലം ഉണ്ടായിരുന്നു. ആൻഡ് ലോട്ട് ഓഫ് കിഡ്സ് സ്റ്റിൽ വോണ്ട് ടു സൗണ്ട് ലൈക്ക് ദാറ്റ്. വേണ്ട, അവർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ആരാണെന്ന് കാണിക്കുക എന്നുള്ളത്, ആ ഒറിജിനൽ യുവർ ഒറിജിനാലിറ്റി, അതാണ് നമ്മുടെ നാടിന് വേണ്ടത്. ആൻഡ് വി ഹാവ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇന്ന് സൂരജ് സന്തോഷുണ്ട്, ഹരിശങ്കറുണ്ട്. അവരാരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നില്ല. അവരവരുടെ വോയിസ്, അത് കാരണം അവർക്ക് എന്താ പറയുക, അതിനുള്ള ഒരു റെക്കഗ്നിഷനും തലസ്ഥാന സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടുന്നു. ഇറ്റ്സ് ബ്രില്യൻറ്റ്, യുനോ. യു ക്യാൻ ഓൺലി ബി യു, എവരി വൺ എൽസ് ഇസ് ടേക്കൺ, ഇങ്ങനെ പറയും ഇംഗ്ലീഷിൽ. സോ ബി ഒറിജിനൽ, ബി ട്രൂ. എസ്തറ്റിക്സ്, നമ്മൾ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കുക. മ്യൂസിഷ്യനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാട്ട് പാടാനുള്ള കഴിവ് മാത്രമല്ലാണ്ട് നീ ആരാണ് ആസ് എ ഹ്യൂമൻ ബീങ്, ആ ഒരു റെസനൻസ് വെച്ച് നമ്മുടെ ജീവിതം ട്രാവൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഡു വണ്ടേഴ്സ്. ഓക്കെ, അപ്പം നല്ലൊരു ഓണക്കാലവും അതോടൊപ്പം തന്നെ ഒരുപാട് ഇനിയും പാട്ടുകൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും സംഗീത ആസ്വാദകർക്കും നൽകാൻ സാധിക്കട്ടെ. ബെന്നി ദയാലിന് പറഞ്ഞതുപോലെ മറ്റു രാജ്യങ്ങളിലേക്ക് മലയാളത്തിന്റെ പെരുമയും കൂടി കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതല്ല ചെയ്യണ്ടേ നമുക്ക്. എന്താ പറയാ, ഇപ്പൊ തന്നെ ഈ വർഷം ഗ്രാമീസിൽ തന്നെ BTS എന്ന് പറയുന്ന ഒരു കൊറിയൻ ഗ്രൂപ്പ് അവർ പറഞ്ഞു ഇനി നമ്മളൊന്നും ഒരു സോങ്ങും സബ്മിറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവര് ഏഷ്യൻ കാറ്റഗറി എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അവർ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അത് ശരിക്കും പറഞ്ഞ അതിനോട് മാത്രം ഫിറ്റ് ആവുന്ന ഒരു ഗ്രൂപ്പ് അല്ലല്ലോ BTS. അവര് അമേരിക്കൻ ആർട്ടിസ്റ്റിനെ കാട്ടി കൂടുതൽ സ്ട്രീമിങ്ങും നമ്പേഴ്സും റവന്യൂസ് ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. സോ ദേ ഹാവ് ടു ബി ഇൻ ദ കമേഴ്ഷ്യൽ ലീഗ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എൻ ഓപ്പണിംഗ്. അതൊരു ഓപ്പണിംഗ് ആണ് ശരിക്കും പറഞ്ഞ ഒരു ആർട്ടിസ്റ്റിന്. പക്ഷേ എല്ലാ ലാംഗ്വേജ് മ്യൂസിക് അല്ലേ, വെറും അമേരിക്കൻ മ്യൂസിക് മാത്രമല്ലല്ലോ. ഒരുപാട് നന്ദി. താങ്ക് യു. 24ന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത്രയും സമയം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഓണാശംസകൾ. ഓണാശംസകൾ.